തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാനപാത വീതി കൂട്ടാനായി പൊളിച്ചുമാറ്റിയ കുറുമാത്തൂർ പൊക്കുണ്ടിലെ ബസ് ഷെൽട്ടറിന് പകരം താൽക്കാലിക ബസ് ഷെൽട്ടർ നിർമ്മിച്ചു നൽകി ബിജെപി കുറുമാത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി. റോഡ് നവീകരണത്തിനായി പൊളിച്ചു നീക്കിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനഃസ്ഥാപിക്കാത്തത് യാത്രക്കാർക്ക് ദുരിതമായി തീർന്നത് കണ്ണൂർ വിഷൻ വാർത്ത നൽകിയിരുന്നു. കുറുമാത്തൂർ പൊക്കുണ്ടിൽ സംസ്ഥാനപാത വീതി കൂട്ടുന്നതിനായി ബസ് ഷെൽട്ടർ പൊളിച്ചു മാറ്റിയിരുന്നു. പൊളിച്ചു നീക്കിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനഃസ്ഥാപിക്കാത്തത് യാത്രക്കാർക്ക് ദുരിതമായി മാറിയിരുന്നു. കടവരാന്തകളിലാണ് ഇവിടെയുള്ളവർ ബസ് കാത്ത് നിന്നിരുന്നത്. ബസ്സുകൾ നിർത്തുന്നത് നോക്കി തലങ്ങും വിലങ്ങും ഓടുമ്പോൾ വിദ്യാർത്ഥികൾ വീണ് പരിക്കേറ്റ സാഹചര്യവും ഉണ്ടായിരുന്നു. ശ്രീകണ്ഠാപുരം ഭാഗത്തേക്കും തളിപ്പറമ്പ് ഭാഗത്തേക്കുമുള്ള ബസ് കാത്തിരിക്കേണ്ട സ്ഥലത്താണ് കേന്ദ്രങ്ങളില്ലാത്തത്. നിരവധി തവണ അധികാരികൾക്ക് ബസ് ഷെൽട്ടർ വേണമെന്നാവശ്യപ്പെട്ട പരാതികൾ നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് ബിജെപി കുറുമാത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി മുൻകൈയെടുത്ത് താൽക്കാലിക ഷെൽട്ടർ നിർമ്മിച്ചു നൽകിയത്. പൊക്കുണ്ടൽ വിഷയം, ബസ് സ്റ്റോപ്പ് വിഷയം കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, വിദ്യാർത്ഥികളായ കുട്ടികൾക്കുമുള്ള വിഷയം ഈ മഴ നനഞ്ഞുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയും യാത്രക്കാർക്ക് എല്ലാവർക്കും മഴ വരുമ്പോൾ എവിടെ പോകും, എവിടെ ബസ് നിർത്തും, കാരണം ബസ് എവിടെയാണ് ആൾ കൂടുതൽ അവിടെയാണ് നിർത്തുന്നത്. അത് മാറ്റി ഒരു പ്രത്യേക പോയിന്റിലേക്ക്, ഒരു അസംബ്ലി പോയിന്റായിട്ട് മാറ്റണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ വ്യക്തിയോട് നമ്മൾ സംസാരിച്ചു. അവരെ പെർമിഷനോട് കൂടി, കാരണം നാളെ താൽക്കാലികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ പൊളിച്ചു മാറ്റുന്ന വിധത്തിൽ താൽക്കാലികമായ ഒരു ബസ് സ്റ്റോപ്പ് നമ്മൾ നിർമ്മിച്ചു. ഇത് കണ്ടിട്ട് അധികാരികൾ കണ്ണു തുറന്നിട്ട് നല്ലൊരു ബസ് സ്റ്റോപ്പ് നമ്മുടെ നാട്ടുകാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടി പണ്ട് ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് അവർ പറയുന്ന പോലെ ഒരു ബസ് സ്റ്റോപ്പ് അവരിവിടെ നിർമ്മിക്കുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം. അത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. ദിനംപ്രതി നൂറുകണക്കിന് യാത്രക്കാർ ബസ് കാത്തിരിക്കുന്ന സ്ഥലത്ത് മഴയും വെയിലും കൊള്ളാതെ കയറി നിൽക്കാൻ താൽക്കാലിക ബസ് ഷെൽട്ടർ നിർമ്മിച്ചതിൽ യാത്രക്കാരും സന്തോഷത്തിലാണ്. പൊക്കുണ്ടിൽ ഇതുപോലെ ഒരു വെയിറ്റിംഗ് ഷെഡ് എല്ലാവർക്കും ഒരു അത്യാവശ്യമാണ്. എന്നുവെച്ചാൽ രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ബസ് ഒരു സ്റ്റോപ്പില്ലാത്ത രീതിയിൽ പല സ്ഥലത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്കൂളിൽ പോകാൻ വേണ്ടി അത്യാവശ്യമാണ്. സ്ത്രീകൾക്കായാലും നാട്ടുകാർക്കായാലും ഉപകാരം. ബിജെപി കുറുമാത്തൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പ്രദീപ് മൊടത്തറ, ബൂത്ത് പ്രസിഡന്റ് ഷിജു കുപ്പാടക്കൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.